നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹവും സൗഹൃദവും ആഹ്വാനം ചെയ്ത് ജുമാഅത്തെ ഇസ്ലാമി ഇഫ്താർ സംഗമം നടത്തി. പാലക്കാട് തിന്മ തിമിർത്ത് പെയ്യുന്ന കാലത്ത് ഐക്യവും സൗഹൃദവും ആഹ്വാനം ചെയ്ത് ജില്ലാ ഇഫ്താർ സംഗമം. പാലക്കാട് ടോപ്പിൻ ടൗണിൽ സംഘടിപ്പിച്ച സംഗമം ജുമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സഹിഷ്ണുതയും ഭീഷണി നേരിടുമ്പോൾ ഫാസിസത്തോട് സന്ധിയില്ലാ സമരം നടത്താൻ സർവരും ഐക്യപ്പെടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രൊഫസർ പി വാസുദേവൻ, ഡോക്ടർ പി മുരളി, പാലക്കാട് മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് MES ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പ്രേംനാഥ്, റിട്ടയർഡ് DYSP മുഹമ്മദ് ഖാസിം, മീനാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD മുഹമ്മദ് ഷാഫി, മുസ്ലിം ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് MM ഹമീദ്, PSC മുൻ മെമ്പർ ശിവദാസൻ, മിൽമ മുൻ മാനേജർ വിജയരാഘവൻ, മുതലമട സൗഹൃദവേദി ചെയർമാൻ സുരേഷ്, കർഷക സുഹൃത്ത് ഗംഗാധരൻ, KNM മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ, മെക്ക പ്രതിനിധി VS മുഹമ്മദ് ഇബ്രാഹിം, റിട്ടയർഡ് പോലീസ് സർജൻ ഗുജറാൾ, അഡ്വക്കേറ്റ് മാത്യു തോമസ്, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് മുഹസിൻ തൃത്താല, SIO ജില്ലാ പ്രസിഡന്റ് ഷംഹാസ് ബാസ് തൃത്താല, മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ ജുമാന റഫീഖ്, ജുമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം സഫിയ ഷറഫിയ, ജില്ലാ വൈസ് പ്രസിഡന്റ് നഫീസ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ജുമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PM ബഷീർ മാസ്റ്റർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബുഷൈബുദ്ദീൻ ഷർഗി സമാപനവും നിർവഹിച്ചു. അബ്ദുൾ മജീദ് തത്തമംഗലം, KA അബ്ദുൾ സലാം, ലുക്മാൻ ആലത്തൂർ, സുൽഫിക്കർ അലി, നൌഷാദ് അലവി, ഹാരിഷ് മൗലവി എന്നിവർ ഇഫ്താർ സംഗമ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതേതരത്തിൻ്റെയും നേർക്കാഴ്ചയാണ് ഈ ഇഫ്താർ സംഗമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭൂമിയിൽ ഒരു പുഴു അരക്ഷിതമാണെങ്കിൽ ലോകത്തിലെ ഭരണവ്യവസ്ഥ അസംബന്ധമാണ്. If a worm is insecure, the system of the world is an absurdity. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പറയാനുള്ളൂ. നിങ്ങളുടെ ഈ സമാഗമത്തിൽ എത്താൻ കഴിഞ്ഞ സന്തോഷം. ഇത് തുടരട്ടെ. നേതൃസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോരാൻ ഭാഗ്യം കിട്ടിയ ഒരാളുമാണ്. ഏറ്റവും കൂടുതൽ ഈ പാലക്കാടുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളതും, അല്ലെങ്കിൽ ഈ സൗഹൃദവേദി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുമായി വളരെ ഊഷ്മളമായി തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു, ഇപ്പോഴും സാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും വലിയൊരു ചരിതാർത്ഥ്യമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു. ഇവിടെ ഈ ഇഫ്താർ സംഗമം എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതൊരു ഏകപക്ഷീയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ മുകളിൽ അതേ ഒരു വലിയ പ്രാധാന്യത്തോടു കൂടി എഴുതിയിട്ടുള്ളത് ആണ് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് വില കൊടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. സൗഹൃദം എന്നുള്ളത്, ആ സൗഹൃദം എന്നുള്ള ആ ഒരു ആശയം, സൗഹൃദം എന്ന് പറയുന്ന ആ ഒരു വലിയ ക്യാൻവാസ് നാം എത്ര കണ്ട് ഊഷ്മളതയോടുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ ആ ആലോചനകളെ മറികടക്കുന്ന, തകിടം മറിക്കുന്ന രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന സൗഹൃദങ്ങൾക്ക് എവിടെയൊക്കെയോ പോറലേൽക്കുന്നുണ്ടോ, സൗഹൃദങ്ങളല്ലാതായി മാറി വൈരനിര്യാതന ബുദ്ധിയുള്ള ഒരു സംഭവമായി മാറുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ നാം പ്രേരിതരായിത്തീരുകയാണ്. ഒരു സ്ഥിരം അതിൻ്റെ കാരണമാണ്. ഇത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ആ ആശയം ജനങ്ങളിലേക്ക് പകർത്തുന്നതിന് വേണ്ടിയും ഉപകാരപ്രദമായ ഒരു വേദിയായി ഇത് മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള സൗഹൃദ സംഗമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രോത്സാഹിക്കപ്പെടുകയാണ്. ആര് നടത്തിയാൽ അത് മുഴുവനും രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി എല്ലാവരും സൗഹൃദത്തിന് വേണ്ടി
അവരവരാൽ കഴിയുന്ന വിധത്തിലുള്ള ആശയങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും ഒരുമിച്ച് സംസാരിക്കുന്നതിനും ഒരുമിച്ച് ഒന്നായിട്ട് ഇവിടെ ഇരിക്കുവാനും നിഷ്കളങ്കമായി നമുക്ക് ഒരുമിച്ച് ചിരിക്കുവാനും സാധിക്കണം. വരുമ്പോഴാണ് ശരിക്കും മനസ്സിന് വലിയൊരു സന്തോഷം കാണുന്നത്. പക്ഷെ പുറത്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, മനസ്സ് പുറത്ത് എത്ര നല്ല വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിലും ഉള്ളില് മനസ്സ് മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ വസ്ത്രത്തിന് യാതൊരു പ്രസക്തിയില്ല. അപ്പൊ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതല്ലാതെ ഒരേ മനസ്സാണ്. നമുക്കറിയാം, വസുദൈവ കുടുംബം എന്നൊക്കെ ഹിന്ദു പുരാണങ്ങളൊക്കെ പറയുന്നു. വേൾഡ് ഈസ് വൺ ഫാമിലി എന്നാ പറയുന്നത്. അവിടെ ഇന്ത്യക്കാരനില്ല, പാകിസ്ഥാനില്ല, അമേരിക്കനില്ല, യൂറോപ്പിൽ ഒറ്റ കുടുംബമാണ്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ നമ്മൾ കേരളം പറഞ്ഞാൽ കേരളം അഭിമാനിക്കണം, ഇന്ത്യ അഭിമാനിക്കണം. പക്ഷെ അതിനൊക്കെ ഉപരിയാണ് നമ്മൾ ലോകത്തിലെ ഒരാളാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ലോകത്തിലെ കുറേ ആൾക്കാർ, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത സമുദായക്കാര്, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുക. ഇതാണ് വസുദൈവ കുടുംബം. ഇത് തന്നെയാണ് എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളും. ഇതറിയാതെ ഇതല്ല എന്റെ ജാതിയാണ് വലുത്, എന്റെ രാഷ്ട്രമാണ് വലുത് എന്ന് പറയുന്ന കുറെ ആൾക്കാരാണ് ജനത്തിനെ വഴിതെറ്റിക്കുന്നത്. കേവലം ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല വ്രതങ്ങളുടെ ഉദ്ദേശം. അതിലുപരി മനുഷ്യന്റെ എല്ലാ സഹനശക്തി, മാനുഷിക മൂല്യങ്ങളും പ്രകടിപ്പിക്കാൻ പ്രാപ്തരാക്കുകയാണ് ഈ വ്രതത്തെക്കുറിച്ച്. ഇവിടെ സൗഹൃദമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കാര്യപ്രസിദ്ധമായ ഒരു സന്ദേശം. സൗഹൃദം പ്രത്യേകിച്ച് കാലഘട്ടം അറിയില്ല, പലരും പറഞ്ഞിരുന്നു. ചില നോമ്പുകാരുണ്ട് വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നും നേടുകയില്ല എന്ന് നബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെറും ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് നോമ്പുകാരുടെ പ്രത്യേകത പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രധാനം പെയ്യുന്ന മഴ അറബികൾക്കത് വളരെ ആശ്വാസമായിരിക്കും. നമ്മളെക്കാൾ കൂടുതൽ മഴയെ ആഗ്രഹിക്കണം. മഴ വന്നാൽ വീട്ടിനകത്തേക്കാണ് നമ്മൾ പോവുക, അറബികൾ വീടിന് പുറത്തേക്കാണ് വരിക. മഴ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഈ രണ്ട് പദങ്ങളുടെ ഒരു അർത്ഥവും ആശയവും യഥാർത്ഥത്തിൽ ഈ ആരാധനയിലുണ്ട്. ഇത് അടിസ്ഥാനപരമായ ഒരു ആരാധനയാണ്. ഏത് ആരാധനക്കും ഒരു ഉദ്ദേശമുണ്ടാവും. അതില് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കാരുണ്യമാണ്. പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, കാരുണ്യം ഭൂമിയിൽ നിലച്ചാൽ ആകാശത്തു നിന്നുള്ള കാരുണ്യവും നിലക്കും, മഴ അവസാനിക്കും. ഭൂമിയിൽ മനുഷ്യൻ കാരുണ്യ പ്രവൃത്തിയിൽ എത്ര ഏർപ്പെട്ടിരിക്കുന്നോ അത്രയാണ് ദൈവം തമ്പുരാനും കാരുണ്യം ചെയ്യും. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും. ഇർഹാമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഭൂമിയിലെ ഒരു സൃഷ്ടിയോട് ചെയ്യുന്ന സേവനമാണ്, കാരുണ്യ പ്രവൃത്തിയാണ് സൃഷ്ടാവ് പരിഗണിക്കുക. പ്രവാചകൻ പറയുന്നുണ്ട്, നാളെ മരിച്ചു ചെന്നാൽ പരലോകത്തെത്തിയാൽ സൃഷ്ടികളോട് ദൈവം തമ്പുരാൻ ചോദിക്കും, നീ എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല? അപ്പൊ നമ്മൾ പറയും, നീ ലോകരക്ഷിതാവാണ്, നിനക്ക് ഞാനെന്തിനാണ് ഭക്ഷണം തരുന്നത്? നീ ജഗന്നിയന്താവാണ്, നിനക്ക് ഞാനെന്തിനാണ് വെള്ളം തരുന്നത്? അപ്പൊ സൃഷ്ടാവ് പറയുന്ന മറുപടി വളരെ അർത്ഥവത്താണ്. എൻ്റെ ഇന്നാലിൻ്റെ ദാസൻ വിശന്നു വലഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ഭക്ഷണവുമായി എത്തിയിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാമായിരുന്നു. ഇതൊരു സോഷ്യൽ ആക്ടിവിസത്തിന്റെ മാനിഫെസ്റ്റോ ആണ്. എന്ന് പറഞ്ഞാൽ സമസൃഷ്ടിയെ ചേർത്ത് പിടിക്കലാണ് ദൈവത്തെ ചേർത്ത് പിടിക്കുന്നതിന് സമാനമായ പ്രവൃത്തി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലകനൂത്. മനുഷ്യൻ സൃഷ്ടാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിച്ചിരിക്കുന്നു. പ്രവാചക തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിച്ചത്? 4 ഉത്തരം അതിന് പറയുന്നു.
അതിലൊന്നാമത്തത് സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്. രണ്ടാമത്തത് സ്വന്തത്തിന് വേണ്ടി സമ്പാദിക്കുന്ന ആളാണ്. മൂന്നാമത്തത് കൂടെ ജോലി ചെയ്യുന്ന, കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് വളരെ മോശമായി പെരുമാറുന്നവരാണ്. നാലാമത്തത് സ്വന്തമായിട്ട് അയാളൊരു ഉപകാരം ചെയ്യൂല, വേറെ ആരെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കുകയും ചെയ്യുന്ന ആളാണ്. ഇതൊരു സൃഷ്ടാവായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയില്ല. 4 പ്രവൃത്തി ആരുമായി ബന്ധപ്പെട്ടതാണ്? മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നവനാണ് സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നവൻ. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 57 കോടി ജനങ്ങളാണ് ദരിദ്രർ. സർക്കാരിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 20 രൂപക്ക് താഴെ വരുമാനം കിട്ടുന്നവരാണ് ദരിദ്രർ. അങ്ങനെ ഒരു ദിവസം 20 രൂപക്ക് താഴെ വരുമാനം കിട്ടുന്ന 57 കോടി ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് 26 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ജനസംഖ്യക്ക് തുല്യമാണ്. അപ്പൊ അവർക്ക് 3000 കോടി രൂപയുടെ പ്രതിമ മതിയാവില്ല. അവർക്ക് ആവശ്യമുള്ളതെന്താണ്? ഭക്ഷണമാണ്, വെള്ളമാണ്, അടിസ്ഥാന ആവശ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഓരോ 6 മണിക്കൂറിലും ഈ രാജ്യത്ത് ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാകുന്നു. ഓരോ 6 മണിക്കൂറിലും. ജർമ്മനിയിലും അതുപോലെ ഫ്രാൻസിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള പൗരന്മാർ ഈ രാജ്യം സന്ദർശിക്കുമ്പോൾ രാജ്യത്തിന്റെ വിസയുടെ കൂടെ ആ രാജ്യം പൗരന്മാർക്ക് നിർദ്ദേശം കൊടുക്കും. ഇന്ത്യയുടെ നഗരങ്ങളിൽ ഒറ്റക്കിറങ്ങി നടക്കരുത്, അതിന് കിട്ടുന്ന ഉത്തരവാദിത്തം രാജ്യം ഉത്തരവാദിയായിരിക്കില്ല. നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ മനുഷ്യന്റെ സുരക്ഷയും സമാധാനവും അവന് സന്തോഷവും നിർഭയത്വവും ഇത് നൽകുക എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതിനവരെ പ്രാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാവണം ആരാധനകളും അനുഷ്ഠാനങ്ങളും. വന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നേതാക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട്